ഹലോ, അങ്ങനെ നമ്മുടെ മൺസൂൺ മീഡിയ 20,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിരിക്കുകയാണ്. സിനിമാ വർത്തമാനത്തിൽ മാത്രം ഒതുങ്ങാതെ ഒരുപാട് വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഇനിയും തുടരാമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കളോടും പറയുക മൺസൂൺ മീഡിയയെക്കുറിച്ച്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മലയാളവും തമിഴും ഹിന്ദിയും ഇംഗ്ലീഷുമായി ഏറെ സിനിമകൾ വന്ന ഒരാഴ്ചയായിരുന്നു ഇത്. തൊണ്ടി മുതലും സൺഡേ ഹോളിഡേയും തകർത്തോടുന്നുണ്ട്. ഇന്നലെ ഇറങ്ങിയതിൽ ആദ്യം കണ്ട സിനിമ ബഷീറിന്റെ പ്രേമലേഖനമായിരുന്നു. സക്കറിയുടെ ഗർഭിണികൾ, കുംഭസാരം എന്നീ ശ്രദ്ധേയമായ ചിത്രങ്ങൾക്ക് ശേഷം അനീഷ് അൻവർ സംവിധാനം ചെയ്ത ചിത്രമാണ് ബഷീറിന്റെ പ്രേമലേഖനം. ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിന് ശേഷം ഫർഹാൻ ഫാസിൽ ഒരു കേന്ദ്ര കഥാപാത്രമായി വരുന്ന ചിത്രത്തിൽ സന അൽത്താഫ്, മധു, ഷീല, ഇന്ദ്രൻസ്, ജോയ് മാത്യു, ശിവജി ഗുരുവായൂർ, മണികണ്ഠൻ തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നു. വിഷ്ണു മോഹൻ സിതാരയാണ് സംഗീതം കൈകാര്യം ചെയ്തത്. എഡിറ്റിംഗ് രഞ്ജിത്ത് ടച്ച്റിവർ, ഛായാഗ്രഹണം നവാഗതനായ സഞ്ജയ് ഹാരിസ് എന്നിവരും നിർവഹിച്ചു. നവാഗതരായ ഷിനോദ്, ഷംസീർ, ബിബിൻ എന്നിവർ ചേർന്നാണ് കഥയും തിരക്കഥയും നിർവഹിച്ചിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ തന്നെ വായനക്കാർക്ക് പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ പ്രേമലേഖനം എന്ന കഥയും. പക്ഷേ ഈ സിനിമ പറയുന്നത് ആ കഥയല്ല. എങ്കിലും പ്രേമലേഖനം എന്ന പുസ്തകം പലയിടത്തും പരാമർശിക്കുന്നുമുണ്ട്. കഥ നടക്കുന്നത് ഏകദേശം 1980-85 കാലഘട്ടത്തിലാണ്. കേരളത്തിലെ ഒരു നാട്ടിൻപുറവും അവിടെ ഒരു TV ആദ്യമായി വരുന്നതുമാണ് കഥയുടെ തുടക്കം. റേഡിയോ തന്നെ വിരളമായിരിക്കുന്ന കാലത്ത് മിക്കവാറും എല്ലാവരും നാടകം കേൾക്കാനും മറ്റും ഒരു വീട്ടിൽ ഒത്തുചേരുന്ന പരിപാടികളൊക്കെ ഉണ്ടാകാറുണ്ട്. അതേ വീട്ടിൽ TV വരുമ്പോൾ പിന്നെ എല്ലാവരും TVയുടെ പിറകെയായി. ഈ സിനിമയുടെ കഥ ഭൂരിഭാഗവും സംഭവിക്കുന്നത് ആ വീട്ടിലാണ്. നാട്ടിൽ TV നന്നാക്കാൻ അറിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ കഥാനായകൻ ബഷീർ. സ്റ്റീവ് ലോപ്പസിലെ നിഷ്കളങ്കനായ ചെറുപ്പക്കാരിൽ നിന്നും മാറി ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടുണ്ട് ഇവിടെ. പക്ഷേ പ്രകടനത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത കഥാപാത്രമായതിനാൽ തന്നെ ഒരേ രീതിയിൽ തന്നെ പോകുന്ന ഭാവങ്ങളുമാണ്. എങ്കിലും രണ്ടാം പകുതിയുടെ തുടക്കത്തിലെ ഒരു സീനിൽ ഫർഹാന്റെ പ്രകടനം വളരെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അഭിനയിച്ച ആർക്കും തന്നെ വലിയ രീതിയിൽ ഫലിപ്പിക്കാനുള്ള സിനിമയല്ല ഇത്. അതുകൊണ്ട് തന്നെ മാസ്മരിക പ്രകടനം എന്ന് എടുത്തു പറയേണ്ട ഒന്നുമില്ല. എങ്കിലും മണികണ്ഠൻ തൻ്റെ ഉസ്മാൻ എന്ന കഥാപാത്രത്തെ വളരെ നന്നായി തന്നെ സ്ക്രീനിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു വഴിക്ക് താളം നഷ്ടപ്പെടുന്നിടത്ത് പ്രേക്ഷകനെ തിരിച്ചു വിളിക്കുന്നതിൽ ആ കഥാപാത്രം വലിയ പങ്കും വഹിച്ചിട്ടുണ്ട്. സിനിമയിൽ 5 ഗാനങ്ങൾ വന്നിട്ടുണ്ട്. പെണ്ണെ പെണ്ണെ എന്ന ഗാനവും ലൈല ലൈല എന്ന ഗാനവും കേൾക്കാൻ സുഖം തോന്നിയപ്പോൾ മറ്റു ഗാനങ്ങൾ ശരാശരിയിലും താഴെയുള്ള അനുഭവമായിരുന്നു. പ്രണയ ചിത്രമാകുമ്പോഴും ഗാനങ്ങൾ കൃത്യമായി പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നതും സംശയമാണ്. സിനിമ കഴിയുമ്പോഴുള്ള ഗാനവും കേൾക്കാൻ സുഖമുള്ളതായിരുന്നു. പശ്ചാത്തല സംഗീതം കുഴപ്പമില്ലാതെ പോയി. പഴയ ഗ്രാമവും അവിടുത്തെ കാഴ്ചകളും എന്നതിൽ കവിഞ്ഞ് ഒരു വീടും അവിടുത്തെ TVക്ക് ചുറ്റുമുള്ള കാഴ്ചകളുമാണ് ചിത്രം പറയുന്നത്. ക്യാമറ കാഴ്ചകളും നന്നായിരുന്നു. സിനിമയുടെ മൊത്തം ആസ്വാദനത്തെ ബാധിക്കുന്ന ഒന്നാണ് എഡിറ്റിംഗ്. ഈ സിനിമയിൽ അത് മികച്ചതായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പഴയകാല കാഴ്ചകളിലേക്കാണ് സിനിമ പോകുന്നത്. ഞാനടക്കം അനുഭവിച്ചറിഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് സിനിമയെ പറിച്ചു നടന്നതിൽ ഒരു പരിധിവരെ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. സിനിമയിലെ മനുഷ്യ കഥാപാത്രങ്ങളെക്കാൾ ഏറെ ചിലപ്പോൾ പ്രാധാന്യം TVക്ക് തന്നെയാണ്. TV വന്ന സമയത്ത് ഒരു നാട്ടിൻ പുറത്തെ കാഴ്ചകൾ എങ്ങനെയായിരുന്നു എന്നും സിനിമ രസകരമായി തന്നെ കാണിക്കുന്നുണ്ട്. ആദ്യ പകുതി അല്പം തമാശകളൊക്കെ ആയി പോകുന്നുണ്ടെങ്കിലും രണ്ടാം പകുതി ചില ട്വിസ്റ്റുകളൊക്കെ കോർത്തിണക്കിയുള്ള അവതരണമാണ്. സിനിമയിൽ തോന്നിയ ഒരു പ്രധാന കാര്യം മിക്കവാറും കഥാപാത്രങ്ങൾ, അത് വലുതാകട്ടെ ചെറുതാകട്ടെ, അഭിനയിക്കാൻ വേണ്ടി മാത്രം ചെയ്ത പോലെ തോന്നി, അല്ലെങ്കിൽ അഭിനയിക്കുകയാണ് എന്ന് തോന്നി. പ്രേക്ഷകന് കല്ലുകടി തന്നെയായിരിക്കും ഇത്. ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽ പെടുത്താവുന്ന ഒന്നായി ഈ സിനിമ എടുക്കാം. എങ്കിലും ബഷീറിന്റെ പ്രണയത്തിന്റെ തീവ്രതയൊന്നും പ്രേക്ഷകരിൽ എത്തിക്കാനും പറ്റിയിട്ടില്ല. പാരലായി പറഞ്ഞ വേറൊരു പ്രണയമാണ് കുറച്ചുകൂടെ ഹൃദ്യമായത്. അതുപോലെ തന്നെ പച്ച പാർട്ടി, ചുവന്ന പാർട്ടി എന്ന ലേബലിൽ ആ നാട്ടിലെ രാഷ്ട്രീയ ചർച്ചകളെ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ എന്തിനാണ് അല്ലെങ്കിൽ എന്താണ് അതുവഴി പറയാൻ ശ്രമിച്ചതെന്നും ക്ലിയർ ആയില്ല. മൊത്തത്തിൽ നോക്കിയാൽ പഴയകാല കാഴ്ചകളിലേക്ക് പറിച്ചു നട്ട ഒരു സാധാരണ സിനിമയ്ക്കപ്പുറത്തേക്ക് ബഷീറിന്റെ പ്രേമനത്തിന് പോകാനും പറ്റിയിട്ടില്ല. അനീഷ് അൻവറിന്റെ മുൻപത്തെ 2 ചിത്രങ്ങളെ വെച്ച് നോക്കിയാൽ അതിന് താഴെയാണ് ഈ സിനിമയുടെ സ്ഥാനം. കഥയും പശ്ചാത്തലവുമൊക്കെ ഒരു നല്ല സ്പേസ് നൽകിയെങ്കിലും തിരക്കഥാ നിർമ്മാണത്തിൽ പാളിപ്പോയി എന്ന് തന്നെ തോന്നി. 2 കാര്യങ്ങൾ കൂടെയുണ്ട്. പഴയകാല സിനിമകളെ അപേക്ഷിച്ച് ഇന്നത്തെ മിക്ക സിനിമകളും ചിരിപ്പിക്കാൻ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ കൂട്ടുപിടിപ്പിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ഈ സിനിമ പഴയകാലത്തേക്ക് പോയപ്പോൾ അധികം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലേക്ക് പോയില്ല എന്നത് നല്ല കാര്യം തന്നെയാണ്. അതേസമയം പഴയകാല സിനിമകളിൽ മിക്ക കഥാപാത്രങ്ങളിൽ നിലനിന്ന നാടകീയത ഇവിടെയും ആവർത്തിക്കുന്നുണ്ട്. പഴയകാല കാഴ്ചകളെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാം. അത് എത്രത്തോളം പ്രേക്ഷകനെ ആകർഷിക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. ഈ ചിത്രത്തിന് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.5 ഔട്ട് ഓഫ് 5. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.